ബാക്ക് ടു സൈലം ലേണിംഗ്. എല്ലാവരും ഇതാ എക്സാമിന് വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് പോരാടി പഠിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ +1 ബോട്ടണിയിലെ വളരെയധികം വെയിറ്റേജ് ഉള്ള ഇമ്പോർട്ടന്റ് ആയ 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ മോർഫോളജി ആൻഡ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് ഇതാ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ എല്ലാ മക്കളും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവരും റെഡി ആണെങ്കിൽ ഇതാ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാണ്. നമ്മൾ ഓൾറെഡി റിവിഷൻ ബാച്ച് ഒക്കെ നമ്മുടെ അഗ്നിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്, നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനിയും നമുക്ക് റിവൈസ് ചെയ്യേണ്ടതുണ്ട്, മാക്സിമം ക്വസ്റ്റ്യൻസ് സെറ്റ് ആക്കേണ്ടതുണ്ട്. സോ ദാ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് വേരിയസ് ടൈപ്സ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ്. ഇവിടെ തന്നിട്ടുള്ളത് പല ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ഉണ്ട് അല്ലെ. ഐഡന്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് എ ആൻഡ് ബി. മക്കളെ ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 2 വാസ്കുലാർ ബണ്ടിലിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്നും മോർഫോളജിയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചോളാം അധികവും ഡയഗ്രാം ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ് വരിക. അനാട്ടമിയിലെ വാസ്കുലാർ ബണ്ടിൽസ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. സോ എ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണ്. റേഡിയൽ വാസ്കുലാർ ബണ്ടില. കാരണം എന്താ? ഓരോ റേഡിയസിലാണ് സൈലവും ഫ്ലോയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് പറയാം അത് റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് കൺജോയിന്റ്. കൺജോയിന്റ് മാത്രമാണോ? അല്ല, ഇവിടെ നമുക്ക് എന്തും കാണാം, ക്യാമ്പിയം കാണാൻ പറ്റും. സോ നമുക്ക് പറയാം കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്നും കൂടെ പറയാം. സോ ഇത് രണ്ടുമാണ് നമ്മുടെ വാസ്കുലാർ ബണ്ടിൽസ്. നമ്മൾ എയും ബിയും ഐഡന്റിഫൈ ചെയ്തു. ഇനി എയും ബിയും എഴുതി കഴിഞ്ഞാൽ ഇതിനോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫറൻഷിയേറ്റ് എ ആൻഡ് ബി. നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ദേ ആർ അറേഞ്ച്ഡ് ഇൻ ഓൾട്ടർനേറ്റ് മാനർ എലോങ് ദ ഡിഫറെന്റ് റേഡിയ. ഓരോ റേഡിയസിലാണ് സൈലത്തെയും ഫ്ലോയത്തെയും ഡിഫറെന്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ കൺജോയിന്റിലേക്ക് വരുമ്പോഴോ സൈലം ആൻഡ് ഫ്ലോയം ആർ ജോയിന്റ്ലി സിറ്റുവേറ്റഡ് അലോങ് ദ സെയിം റേഡിയസ് അല്ലെ. സെയിം റേഡിയസ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ക്യാമ്പിയം ഈസ് പ്രസന്റ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈലവും ഫ്ലോയും ഒരൊറ്റ സെയിം റേഡിയസിലാണ് കിടക്കുന്നത്. സൈലം മേലെയാണെങ്കിൽ ഫ്ലോയും താഴെ, ആ രീതിയിൽ. അത് മാത്രമല്ല ഇതിന്റെ ഇടയിൽ നമുക്ക് ക്യാമ്പിയം കാണാം, കാണാതിരിക്കാം. ക്യാമ്പിയം പ്രസന്റ് ആണെങ്കിൽ നമുക്ക് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയാം. ക്യാമ്പിയം ആബ്സെന്റ് ആണെങ്കിൽ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ എന്നും പറയാം. സോ ക്ലിയർ അല്ലേ മക്കളെ? ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇതുപോലെ വേണം നിങ്ങൾ എഴുതാൻ. ആദ്യം അത് ഐഡന്റിഫൈ ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? രണ്ടിന്റെയും ഡിഫറൻസസും കൂടെ എഴുതാൻ പഠിക്കാം. അടുത്ത നോക്കാം, ഹൗ ഡു ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ ഡിഫർ ഫ്രം ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ. നേരത്തെ നമ്മൾ റേഡിയൽ ആൻഡ് കൺജോയിന്റ് ഡിഫറൻസ് ആ ചോദിച്ചത്. ഇവിടെയോ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ തന്നെ ഓപ്പണും ക്ലോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. നമുക്കറിയാം ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കാപ്പബിൾ ഓഫ് സെക്കൻഡറി ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്ത് നടന്ന് പുതിയ സെൽസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഗ്രോത്ത് പോസിബിൾ ആയിട്ടുള്ളതാണ് എന്ത്? ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ക്യാമ്പിയം കാണാൻ പറ്റും. എന്നാൽ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുമ്പോഴോ ദാറ്റ് ഈസ് നോട്ട് കാപ്പബിൾ ഓഫ് സെക്കൻഡറി ഗ്രോത്ത്. അവിടെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നില്ല. അതെന്തുകൊണ്ടാ? അവിടെ എന്തില്ല? ക്യാമ്പിയം നമുക്ക് കാണാൻ പറ്റത്തില്ല. ക്യാമ്പിയം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവരെ എന്ത് പറയാം? ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ. ഇനി ഇത് എവിടെ കാണപ്പെടുന്നു? എക്സാമ്പിൾ നമുക്ക് പറയാം, ഡൈക്കോട്ട് പ്ലാന്റ്സ് എല്ലാം ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ്. എന്നാൽ മോണോകോട്ട് പ്ലാന്റ്സ് എന്താണ്? ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിലാണ്. അപ്പം ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുമ്പോൾ ഇതാ ക്യാമ്പിയം കാണാം, ക്ലോസിൽ നിങ്ങൾക്ക് ക്യാമ്പിയം കാണാൻ പറ്റില്ല. അപ്പം ഇതുപോലെ തന്നെ ടേബിൾ ആക്കി ഡിഫറൻഷിയേറ്റ് ചെയ്താം. നേരത്തെ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ടേബിൾ ആയിട്ട് തന്നെ എഴുതാം. അതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം. ഇനി അടുത്ത് നോക്കാം, ഒബ്സർവ് ദ ഗിവൻ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നെയിം പാർട്സ് എ ആൻഡ് ബി. എ ഉണ്ട്, ബി ഉണ്ട്, അടയാളപ്പെടുത്തണം. ആർ ദോസ് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റോ ഒബ്സർവ്ഡ് ഇൻ മോണോകോർ ഓർ ഡൈക്കോട്ട് പ്ലാന്റ്. മക്കളെ ഇത് കണ്ടിരിക്കുക, നമുക്കറിയാം ഇത് സ്റ്റൊമാറ്റോ ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് നമ്മുടെ എപ്പിഡെർമൽ സെൽസ് ആണ്. എപ്പിഡെർമൽ സെൽസ് ആണ്. ബി എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡ് സെൽസ് ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് എപ്പിഡെർമൽ സെൽസ് ആണ്, ബി എന്ന് പറയുന്നത് എന്താണ്? ഗാർഡ് സെൽസ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ക്വസ്റ്റ്യൻ നോക്കുക, ആർ ദോസ് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റോ ഒബ്സർവ്ഡ് ഇൻ മോണോകോട്ട് ഓർ ഡൈക്കോട്ട് പ്ലാന്റ്. ഈ ഒരു ടൈപ്പ് നമ്മൾ കാണുന്ന ബീൻ ഷേപ്പ് ആണ് ഇവിടെ തന്നിട്ടുള്ള സ്റ്റൊമാറ്റ. ഈ ബീൻ ഷേപ്ഡ് സ്റ്റൊമാറ്റ നമ്മൾ കാണുന്നത് എപ്പോഴും എവിടെയാണ്? നമ്മുടെ ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് അല്ലെ. ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് ബീൻ ഷേപ്ഡ് സ്റ്റൊമാറ്റ നമ്മൾ കാണാറ്. അതുമാത്രമല്ല ബീൻ ഷേപ്ഡ് ഗാർഡ് സെൽസ് നമ്മൾ കാണാറ്. അതുമാത്രമാണോ? വിച്ച് പാർട്ട് ഓഫ് സ്റ്റൊമാറ്റോ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരുന്നു? അപ്പൊ അത് ശ്രദ്ധിക്കണേ, എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്.
സോ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് നമ്മൾ പറയുമ്പം അവിടെ 3 ആൾക്കാർ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്റ്റൊമാറ്റൽ പോർ, ആ ഒരു ഓപ്പണിങ്, ആ ഒരു എന്താണ് ഗ്യാപ്പിന് നമ്മൾ സ്റ്റൊമാറ്റൽ പോർ വരും. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ കാണുന്ന ഗോഡ് സെൽസ് വരും. അതുപോലെ തന്നെ സബ്സിഡറി സെൽസും വരും. ഇവർ 3 പേരും അടങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഫിഗർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കണം സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്താണെന്നുള്ളത്. സോ എപ്പിഡെർമൽ സെൽസ്, ഗോഡ് സെൽസ്, ഡൈക്കോട്ട് ആണെന്ന് മനസ്സിലാക്കാം. fill up the blanks that are given in the table given below. ടേബിളിൽ തന്നിട്ടുള്ളത് ഫില്ലപ്പ് ചെയ്യാനാണ്. നമ്മൾ ഇതിന് മുന്നേയും ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹൈപ്പോഗൈനസ് എപ്പോഴും ഫ്ലവറിന്റെ പൊസിഷൻ വെച്ചിട്ട്, ഫ്ലവറിന്റെ ടൈപ്പ് വെച്ചിട്ട് ഒന്നെങ്കിൽ ഇതുപോലെ മാത്സ് ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക വേർഡ് പെയർ ആയിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ട് ഫിഗർ തന്നിട്ടും ഇതേ മോഡൽ ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. ഫിഗർ തന്നിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മിസ് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നോക്ക്, ഹൈപ്പോഗൈനസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ പൊസിഷൻ ഓഫ് കാലിക്സ്, കൊറോള ആൻഡ് എൻറിച്ച്മെന്റ് ഇൻ റെസ്പെക്ട് ടു ഓവറി ആൻഡ് തലാമസ് ആണ് നമ്മൾ പറയേണ്ടത്. ഹൈപ്പോഗൈനസ് എന്ന് പറയുമ്പോൾ ഓവറി സുപ്പീരിയർ ആണ്. ഓവറി സുപ്പീരിയർ എന്ന് പറയുമ്പോൾ ഓവറി എവിടെ വരും? ഓവറി മേലെയാണ് വരിക, അല്ലെ? ഓവറി മേലെയാണ്. അതിന്റെ താഴെയാണ് എന്ത് വരിക? കാലിക്സും അതുപോലെ തന്നെ പെറ്റൽസും കാര്യങ്ങളും വരിക. സോ സുപ്പീരിയർ ഓവറി ആണെങ്കിൽ നമുക്ക് പറയാം ഫ്ലോറൽ പാർട്സ് ആർ ബിലോ ദി ഓവറി, അല്ലെ? ഓവറിയുടെ താഴെയാണ് എന്ത് വരിക? സെപ്പൽസും അതുപോലെ പെറ്റൽസും കാലിക്സ്, കൊറോളൊക്കെ വരുന്നത്. അപ്പം സുപ്പീരിയർ ഓവറി ആണെങ്കിൽ ഫ്ലോറൽ പാർട്സ് ആർ ബിലോ ദി ഓവറി. ഇനി പെരിഗൈനസ്, അതായത് ഫ്ലോറൽ പാർട്സ് എവിടെയാണ്? റിം ഓഫ് ദ തലാമസിലാണ് കാണുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? ഇറ്റ് ഇസ് ഹാഫ് ഇൻഫീരിയർ. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഹാഫ് ഇൻഫീരിയർ എന്ന് പറയാറ്. ഇനി മൂന്നാമത്തെ നോക്കാം, ഇൻഫീരിയർ ഓവറി ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണിത് എപ്പിഗൈനസ് ഫ്ലവർ ആണ്. ഫ്ലോറൽ പാർട്സ് ആർ സിറ്റുവേറ്റഡ് എബവ് ദി ഓവറി. ഓവറിയുടെ മുകളിലായിട്ടാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? നമ്മുടെ ഫ്ലോറൽ പാർട്സിനെ കാണാൻ പറ്റുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഭാഗം. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ടേബിൾ തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒബ്സർവ് ദ ഗിവൻ ഫിഗർ ഷോയിങ് വേരിയസ് ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ. ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് ഈച്ച്. പ്ലാസന്റേഷൻ എന്ന് പറയുന്നത് ഷുവർ ആണ് മക്കളെ, എപ്പോഴും ചോദിക്കുന്നതാണ്, ഫിഗർ തന്നിട്ടും അല്ലാതെ ഒക്കെ. അപ്പൊ നിങ്ങൾ ഡയഗ്രാം പഠിക്കണം, ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ പഠിക്കണം, കുറച്ച് എക്സാമ്പിളും പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള എ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മാർജിനൽ പ്ലാസന്റേഷൻ ആണ്, അല്ലെ? മാർജിനൽ പ്ലാസ്, കാരണം ഒരു മാർജിൻ ഇട്ടിട്ട് അതിന്റെ അടുത്തടുത്തായിട്ടാണ് നമ്മൾ ഓവിയോള് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് മാർജിനൽ പ്ലാസന്റേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്ലാസന്റേഷൻ നമ്മൾ പറഞ്ഞു. ഇനിയോ ഒരു എക്സാമ്പിൾ നമ്മൾ പറയണം. പീ പ്ലാന്റില് മാർജിനൽ പ്ലാസന്റേഷൻ ആണല്ലോ, അതെ. ഇനി രണ്ടാമത്തേത് തന്നിട്ടുള്ളത് ഏതാണ്? പെരൈറ്റൽ പ്ലാസന്റേഷൻ ആണ്. പെരൈറ്റൽ പ്ലാസന്റേഷൻ എക്സാമ്പിൾ നിങ്ങൾക്ക് കുക്കർബിറ്റ പറയാം. അതായത് കുക്കർബിറ്റേസിയ ഫാമിലിയിൽ നമ്മൾ പറയുന്ന ബിറ്റർഗോഡ്, ഇതൊക്കെ വാട്ടർമെലനൊക്കെ കുക്കർബിറ്റേസിയിൽ വരുന്നതാണ്. അതിന് പെരൈറ്റൽ പ്ലാസന്റേഷൻ ആണ് വരിക. ഇനി അടുത്ത നോക്കാം. ലാസ്റ്റത്തെ ഇതാണ് മക്കളെ സെൻട്രൽ കാണുന്നത്, അല്ലെ? ഇറ്റ് ഈസ് ഫ്രീ സെൻട്രലിന്റെ എക്സാമ്പിൾ ഏത് പറയാം? ഡയാന്തസ് പറയാം. ഡയാന്തസ് എക്സാമ്പിൾ ആണ്. അപ്പം പ്ലാസന്റേഷൻ പഠിക്കുമ്പോൾ ഡയഗ്രാംസ് പഠിക്കണം, ടൈപ്പ് പഠിക്കണം, എക്സാമ്പിൾ പഠിക്കണം. ആൻഡ് പ്ലാസന്റേഷൻ ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ഒവ്യൂൾ ഇൻ ദി പ്ലാസന്റ, അല്ലെ? ഓവറിന്റെ ഉള്ളില് ഒവ്യൂൾസിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഫിഗർ വെച്ച് തന്നെ നിങ്ങൾ പഠിക്കാം കേട്ടോ. അടുത്ത് നോക്കാം, അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ലീഫ് ലാമിന. 1 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ പറയുന്നതാണ് വീനേഷൻ. ഫിലോടാക്സ് എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ബ്രാഞ്ചസ് ആണ്. സ്റ്റെമ്മില് ബ്രാഞ്ചസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ലീവ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് പറയുന്നത്. ഇൻഫ്ലോറസൻസ് നമുക്കറിയാം, ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ് ആണ്. പ്ലാസന്റേഷൻ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാംസ് എ ആൻഡ് ബി. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്ലാസന്റേഷനെ വെച്ചിട്ടാണ്. എ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് ഏതാണ്? ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്, അല്ലെ? ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് എന്താണ്? പെരൈറ്റൽ പ്ലാസന്റേഷൻ ആണ്. ആക്സൈൽ പ്ലാസന്റേഷനും പെരൈറ്റൽ പ്ലാസന്റേഷനുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. ഈ ഒരു അറേഞ്ച്മെന്റ് ഇത് എന്തിനെ പറ്റിയിട്ട് അവിടെ പറയുന്നത്? ഈസ്റ്റിവേഷൻ ആണ്, അല്ലെ? ഒരു
ഫ്ലവറില് പെറ്റലിന്റെയും സെപ്പലിന്റെ അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കാം, ഈസ്റ്റിവേഷൻ എന്ന് പറയുമ്പോൾ 1, 2 and 3 തന്നിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആണ്. രണ്ടാമത്തേതോ ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നതിനെ നമ്മൾ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എന്ന് പറയും. ആദ്യത്തേത് വാൽവേറ്റ് ആണ്, രണ്ടാമത്തേത് ട്വിസ്റ്റഡ് ആണ്, മൂന്നാമത്തതിനെ നമ്മൾ വെക്സിലറി ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നു. വെക്സിലറി ഈസ്റ്റിവേഷൻ. ഇനി ഐഡന്റിഫൈ ദ ഈസ്റ്റിവേഷൻ ഓഫ് പെറ്റൽ ഇൻ പീ ഫ്ലവർ ചോദിച്ചിരിക്കുന്നു. നമ്മുടെ പയറ് ചെടിയിൽ കാണുന്ന പ്ലാസന്റേഷൻ നമ്മൾ പറഞ്ഞു മാർജിനൽ പ്ലാസന്റേഷൻ ആണ്. എന്നാൽ പീ പ്ലാന്റിൽ കാണുന്ന ഈ പറയുന്ന എന്താണ് ഈസ്റ്റിവേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈസ്റ്റിവേഷൻ ഏതാണ്? നമ്മുടെ വെക്സിലറി ആണ്. അപ്പൊ പീ ഫ്ലവറിൽ നമ്മൾ കാണുന്ന ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത് ഏതാണ്? വെക്സിലറി ആണ്. അപ്പം ഡയഗ്രാം മനസ്സിലാക്കി വെക്കണം. ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മിസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. പെറ്റൽസ് ഇങ്ങനെ തൊട്ടാണ് കിടക്കുന്നതെങ്കിൽ അതെന്താ? വാൽവേറ്റ് ആണ്. ഇനി നേരെ മറിച്ച് ഇതിങ്ങനെ ട്വിസ്റ്റഡ് ആണ്, ഒന്നിന്റെ മേലെ ഒന്ന് കയറി ഒന്നിന്റെ മേലെ ഒന്ന് കയറി ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ട്വിസ്റ്റഡ് എന്ന് പറയാം. ഇനി വേറൊന്നുണ്ട്, എന്ത്? ഇംബ്രിക്കേറ്റ്. അതിന്റെ പ്രത്യേകത ഒരെണ്ണം ഏറ്റവും ഉള്ളിലായിട്ടായിരിക്കും, ബാക്കി ഇതുപോലെ പുറത്ത് കിടക്കും, പിന്നെ ഇതുപോലെ ട്വിസ്റ്റഡ് ആയിട്ട് കിടക്കും, പക്ഷെ പിന്നെ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് എവിടെ വരും? കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വരും. അങ്ങനെ കിടക്കുന്നതിനെയാണ് നമ്മൾ ഇംബ്രിക്കേറ്റ്. അപ്പൊ ആദ്യം നിങ്ങൾ നോക്കുക, ഇംബ്രിക്കേറ്റും ട്വിസ്റ്റഡ് ആണ്. നിങ്ങൾക്ക് കുറെ പേർ കൺഫ്യൂഷൻ വരാം. ഇംബ്രിക്കേറ്റ് വാൽസ്റ്റേഷൻ ആണെങ്കിൽ ഒരു പെറ്റൽ ഉള്ളിലുണ്ടാകും, അതിന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു പെറ്റൽ എന്താകും? കംപ്ലീറ്റ് പുറത്തും ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഒരെണ്ണം കാണുന്നെങ്കിൽ നമുക്ക് അതിനെ ഇംബ്രിക്കേറ്റ് എന്ന് പറയാം. അല്ലാതെ ഒന്നിന്റെ മേലെ എല്ലാം ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിനെ ട്വിസ്റ്റഡ് എന്നും പറയാം. ഇതുപോലെ ബെൽ ഷേപ്പിൽ നിങ്ങൾ കാണുന്നതാണ് എന്ത്? വെക്സിലറി എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും പഠിച്ചു വെക്കണം, ഡയഗ്രാംസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്. എ ഫ്ലവർ ഹാവിംഗ് ബോത്ത് ഗൈനീഷ്യം ആൻഡ് ആൻഡ്രീഷ്യം. അല്ലെ, ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും രണ്ടുമുള്ള ഫ്ലവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടതാണ്, റേഡിയൽ വാസ്കുലർ ബണ്ടിൽ പറഞ്ഞതാണ്. ഇനി ഗ്രൗണ്ട് ടിഷ്യൂ ഓഫ് ലീഫ്. ഒരു ലീഫിന്റെ ഗ്രൗണ്ട് ടിഷ്യൂസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഗാർഡ് സെൽസ് ആണോ, സബ്സിഡറി സെൽ ആണോ, മീസോഫിൽ ആണോ, എപ്പിഡെർമിസ് ആണോ? കാരണം ഈ ഗ്രൗണ്ട് സെൽസ് ആണ് ലീഫിൽ കാണുന്നത്, അവരാണ് ഫോട്ടോസിന്തസിസിലെ ആക്റ്റീവ് ആയിട്ടുള്ള സെല്ല്. അപ്പൊ ഏതാണ് ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത്? നമ്മുടെ മീസോഫില്ലാണ്. അപ്പം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണിത് ഈ ഒരു ഭാഗം. അപ്പം ഒട്ടും തെറ്റിക്കാൻ പാടില്ല, 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഭാഗമാണ്. അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീനേഷൻ ആണ്. അതുപോലെ തന്നെ മറ്റു ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഒബ്സർവ് ദ ഫോളോയിങ് ഫിഗർ ഇ ആൻഡ് ബി ഷോ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫില്ലോടാക്സി. ഫില്ലോടാക്സി വന്നിട്ടുണ്ട്, ഏതാണെന്ന് എഴുതണം. ഇവിടെ നിങ്ങൾ നോക്ക്, ഒന്നിങ്ങനെ ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ പോകുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇറ്റ് ഈസ് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി അല്ലെ, ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ഇനി ഒരെണ്ണത്തിന്റെ തന്നെ ഓപ്പോസിറ്റ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഓൾട്ടർനേറ്റ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി ആണ്. അപ്പം ഫിഗർ തന്നിട്ട് ചോദിക്കും, 2 മാർക്കിന് സ്ഥിരമായിട്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. ഇനി tissues between upper and lower epidermis is dorsiventral leaf is called mesophyll tissue. Name the 2 type of cells seen in mesophyll tissues ആണ്. 2 ടൈപ്പ് മീസോഫിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് പാലിസൈഡ് മീസോഫിലും രണ്ടാമത്തേത് സ്പോഞ്ചി മീസോഫിലും ആണ് ഡൈക്കോട്ട് ലീഫിൽ കാണുന്നത്. ഡൈക്കോട്ട് ലീഫിലാണ് ഇങ്ങനെ ഒരു 2 ടൈപ്പ് നമ്മൾ കാണുന്നത്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മീസോഫിൽ ടിഷ്യൂ ചോദിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇറ്റ് ഈസ് ഫോട്ടോസിന്തസിസ് അല്ലെ, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഫോട്ടോസിന്തസിസ്. അപ്പൊ പാലിസൈഡും ഉണ്ട്, സ്പോഞ്ചും ഉണ്ട്. ഫംഗ്ഷൻ എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ്. മോണോക്കോട്ട് ലീഫിൽ ഇങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല, ഓൺലി എന്താണ് മീസോഫിൽ ടിഷ്യൂസ്, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അടുത്തത് ഇതാ ഡയഗ്രാം തന്നിട്ടുണ്ട്, 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ലേബൽ ABC. എ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ ആണ്. ബി എന്ന് പറയുന്നതോ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ആണ്. സി എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി.
ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ദ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അതാണ് സി പാർട്ട്. റൂട്ട് ക്യാപ്പും കാണാം. റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻ ഓഫ് റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പിന്റെ ഫംഗ്ഷൻ എന്താണ്? ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ റൂട്ടിന്റെ എപ്പെക്സിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ടെൻഡർ എപ്പെക്സ് ഓഫ് റൂട്ട് ആസ് ഇറ്റ് മേക്ക് വേ ത്രൂ ദ സോയിൽ. ഇപ്പൊ സോയിലൂടെ റൂട്ടിന്റെ എപ്പെക്സിന് ഇങ്ങനെ പോകണമെങ്കിൽ അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് ആര്? നമ്മുടെ റൂട്ട് എപ്പെക്സ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെക്കണേ. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഫോളോയിങ് ആർ ദ ഡയഗ്രാംസ് ഷോയിങ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോകോട്ട് സ്റ്റെം. റൈറ്റ് ഇൻ 3 ഡിഫറൻസസ്. നമുക്ക് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ മോണോകോട്ട് സ്റ്റെമ്മിന്റെ ഫിഗർ തന്നിട്ടുണ്ട്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഈ ഫിഗർ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഡിഫറൻഷിയേറ്റ് ചെയ്തോടി. ഇനി ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, ഇങ്ങനെ അന്തം വിട്ട കുന്തം പോയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം എന്താണ്? ആ ഫിഗർ തന്നിട്ടുള്ളതിൽ നിന്ന് തന്നെ വ്യത്യാസം മനസ്സിലാക്കാം. അത് നോക്കിയാൽ മതി. എന്തൊക്കെയാണ്? ഗ്രൗണ്ട് ടിഷ്യൂസ് ആർ ഡിഫറൻഷിയേറ്റഡ് ഇൻടു കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, പിത്ത്. ഗ്രൗണ്ട് ടിഷ്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മോണോകോട്ടിലോ ഇറ്റ് ഈസ് അൺഡിഫറൻഷിയേറ്റഡ്. ഒരൊറ്റ ലെയർ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഡിഫറൻഷിയേഷൻ ഒന്നുമില്ല. ഇനി കോളം ഗൈമറ്റസ് ആണ്. ഹൈപ്പോഡെർമിസ് കോളം ഗൈമറ്റസ് ആണ്. എന്നാൽ മോണോകോട്ടിലോ ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ലിമിറ്റഡ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽ അറേഞ്ച് ഇൻ ദ ഫോം ഓഫ് റിംഗ്. കണ്ടില്ലേ, ഇതുപോലെ റിംഗ് ഷേപ്പിലാണ് വാസ്കുലർ ബണ്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ മോണോകോട്ടിലോ സ്കാറ്റേർഡ് ആണ്. സോ നമുക്ക് പറയാം ലാർജ് നമ്പർ ഓഫ് സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിൽസ് കാണാം. ഇനി ഡൈക്കോട്ട് സ്റ്റെമ്മിലോ ബണ്ടിൽ ക്യാപ്പ് ഉണ്ട്. സ്ക്ലീറൻ കൈമേറ്റസ് ആയിട്ടുള്ള ഒരു ബണ്ടിൽ ക്യാപ്പ് നമുക്ക് വാസ്കുലർ ബണ്ടിലിന്റെ മേലെ കാണാം. എന്നാൽ മോണോകോട്ടിലോ സ്ക്ലീറൻ കൈമേറ്റസ് ബണ്ടിൽ ഷീത്ത് ആണ് നമ്മൾ കാണുന്നത്. ഒരു ഷീത്ത് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റേത് ബണ്ടിൽ ക്യാപ്പ് പോലെ, വാസ്കുലർ ബണ്ടിൽ ഒരു ക്യാപ്പ് പോലെയാണ്. ഇനി ഡൈക്കോട്ട് സ്റ്റെമ്മിലെ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത് എന്താണ്? വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺജോയിന്റ് ഓപ്പൺ. മോണോകോട്ട് സ്റ്റെമ്മിലോ കൺജോയിന്റ് ക്ലോസ്ഡ് ആണ്. ഡൈക്കോട്ട് സ്റ്റെമ്മില് സ്മോളർ ഇൻ സൈസ് ആണ്, പെരിഫറൽ ബണ്ടിലാണ് സ്മോളർ. അതുപോലെ തന്നെ ഡൈക്കോട്ട് സ്റ്റെമ്മിലെ ഫ്ലോയം പാരൻകൈമ പ്രസന്റ് ആണ്, മോണോകോട്ട് സ്റ്റെമ്മിൽ ആബ്സെന്റ് ആണ്. ആൻഡ് വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് ആബ്സെന്റ് ഇൻ വാസ്കുലർ ബണ്ടിൽ. മോണോകോട്ട് സ്റ്റെമ്മിലോ വാസ്കുലർ ബണ്ടിൽസ് വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് പ്രസന്റ് ആണ്. അപ്പം ഇത്രയും ഡിഫറൻസ് ചെയ്തിന്റെ വെയിറ്റേജ് നോക്കിയിട്ട് ഡിഫറൻസസ് എഴുതിയാൽ മാത്രം മതി. സോ ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോകോട്ട് സ്റ്റെമ്മിന്റെ ഡിഫറൻസസ് പഠിച്ചു വെക്കണം. ഡയഗ്രാം തന്നാൽ നേരെ ആ ഡയഗ്രാം നോക്കിയിട്ടെങ്കിലും എഴുതിയാൽ മതി. അടുത്ത് നോക്കുക, നെയിം ദ ടൈപ്പ് ഓഫ് വീനേഷൻ ഇൻ എ ആൻഡ് ബി. എ ഏതാണെന്ന് നമുക്കറിയാം, റെട്ടിക്കുലേറ്റ് വീനേഷൻ. ബി എന്ന് പറയുന്നതോ പാരലൽ വീനേഷൻ. ഡിഫൈൻ വീനേഷൻ. വീനേഷൻ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ഓർ വെയിൻലെറ്റ്സ് ഓൺ ദ ലീഫ് ലാമിനയാണ്. നമ്മൾ ഓൾറെഡി ഡെഫിനേഷൻ കണ്ടു കഴിഞ്ഞതാണ്. അപ്പം 2 ടൈപ്പ് വീനേഷൻ എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ കോട്ടിലിഡൻ ഇൻ ദ കേസ് ഓഫ് മോണോകോട്ട്? മോണോകോട്ടിന്റെ കോട്ടിലിഡൻസിന് നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്യൂട്ടെല്ലം. സ്ക്യൂട്ടെല്ലം ഈസ് ദ നെയിം ഗിവൺ ടു ദ കോട്ടിലിഡൻ ഇൻ ദ കേസ് ഓഫ് മോണോകോട്ട്. അത് പഠിച്ചു വെക്കണേ. അത് അടുത്തൊന്ന് ചോദിച്ചിരിക്കുന്നു, ഐഡന്റിഫൈ ദ ഗിവൻ സീഡ്, ഫൈൻഡ് ഔട്ട് ദ ഗിവൻ പാർട്ട് എ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഈ സീഡ് ഏതാണെന്ന് നമുക്കറിയാലോ. ഈ സീഡ് എന്ന് പറയുന്നത് മോണോകോട്ട് സീഡാണ് അല്ലെ. മോണോകോട്ട് സീഡാണ്. എ എന്ന് പറയുന്നതോ നമ്മുടെ പ്ലിമ്യൂളാണ്. താഴെയാണ് റാഡിക്കൽ വരാം. പ്ലിമ്യൂളിന്റെ മേലെ കോളിയോപ്റ്റൈൽ വരും, റാഡിക്കലിന്റെ താഴെ കോളിയോ റൈസ വരും. അപ്പം ഈ സ്ട്രക്ചർ പഠിച്ചു വെക്കേണ്ടതാണ് മോണോകോട്ട് റൂട്ട്, ഡൈക്കോട്ട് റൂട്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയഗ്രാം ഗിവൻ ബിലോ ഷോസ് ദി പാർട്ട് ഓഫ് ട്രൂ ഫ്രൂട്ട്. റൈറ്റ് ദ ടെക്നിക്കൽ ടേം ഓഫ് ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം എ മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി. മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറിയിൽ നിന്നുണ്ടായ ഫ്രൂട്ടിനെ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ഡ്രൂപ്പ്. ഡ്രൂപ്പ് എന്നാണ് പറയാ. ലേബൽ പാർട്ട് എ ആൻഡ് ബി എന്നാണ്. എ എന്ന് പറയുന്നത് എന്താണ്? എപ്പികാർപ്പാണ്. ബി എന്ന് പറയുന്നതോ മീസോകാർപ്പാണ് അല്ലെ. എ എന്ന് പറയുന്നത് എപ്പികാർപ്പാണ്, ബി എന്ന് പറയുന്നത് മീസോകാർപ്പാണ്. ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കും. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ. Observe the terms given below: xylem, root hairs, pith, stomata, cambium, bulliform cell. From this, identify and write the structures seen in epidermal tissue system. Write their function. എപ്പിഡെർമൽ സിസ്റ്റത്തിൽ കാണപ്പെടുന്നത് ഇതിൽ ഏതൊക്കെയാണെന്നാണ് നമുക്ക് എഴുതേണ്ടത്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാം, റൂട്ട് ഹെയർസ് ഉണ്ട്, സ്റ്റൊമാറ്റ ഉണ്ട്,
ബുള്ളിഫോം സെൽസ് ഉണ്ട് അല്ലെ. ഇവർ 3 പേരുമാണ് ഇവിടെ എപ്പിഡെർമൽ സിസ്റ്റത്തിൽ നമ്മൾ കാണുന്നത്. റൂട്ട് ഹെയർസ് എന്തിനാണ്? അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദ സോയിൽ. സോയിലിൽ നിന്ന് വാട്ടർ അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ്. സ്റ്റൊമാറ്റ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോസസ് ഓഫ് ട്രാൻസ്പിറേഷൻ ആൻഡ് ഗ്യാസസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് സ്റ്റൊമാറ്റ എപ്പിഡെർമൽ സിസ്റ്റത്തിലുള്ളത്. അതുപോലെ തന്നെ ബുള്ളിഫോം സെൽസ് നമുക്ക് കാണാൻ പറ്റും എവിടെ? മോണോകോട്ട് ലീഫിൽ അല്ലെ. ദേ മേക്ക് ലീവ്സ് കേൾ ഇൻവേർട്ട് ടു മിനിമൈസ് വാട്ടർ ലോസ്. വാട്ടർ ലോസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുള്ളിഫോം സെൽസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിന്റെ പ്രത്യേകതകൾ പഠിച്ചു വെക്കണം. അപ്പം എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം, അതിന്റെ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഡിഫറൻസസ് മനസ്സിലാക്കി വെക്കാം. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എവിടെയൊക്കെ പഠിച്ചു. മോർഫോളജിയിലും അതുപോലെ തന്നെ അനാറ്റമിയിലും ഡിസ്കസ് ചെയ്തതാണ്. ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് മുന്നേ ചെയ്ത വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡയഗ്രാം ബേസ്ഡ് ആയിട്ട് പഠിക്കണം. വെയിറ്റേജ് അനുസരിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. ആൻഡ് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടി തരികയാണ്. നമ്മൾ അനാട്ടമിയിൽ പ്രത്യേകമായിട്ട് പഠിക്കുന്നതാണ് എന്താ? എപ്പിഡെർമൽ ടിഷ്യൂ, അതുപോലെ തന്നെ എന്താ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, അതുപോലെ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം മോണോകോട്ട് റൂട്ട്, ഡൈക്കോട്ട് റൂട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡൈക്കോട്ട് റൂട്ടിലെ എൻഡോഡെർമിസിന് ഒരു പ്രത്യേകതയുണ്ട്. ഡൈക്കോട്ട് റൂട്ടിന്റെ എൻഡോഡെർമിസിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ സീ യു സൂൺ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഓൾ ദി ബെസ്റ്റ് മക്കളെ. ബൈ ബൈ.